ഹലോ നമസ്കാരം, എല്ലാവർക്കും ഡി കുക്സ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ലെമൺ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടുകയും ചെയ്യാം. പിന്നെ നമുക്കൊരു മടി പിടിച്ച ദിവസം ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാവുന്ന, കറികളൊന്നും അധികം ആവശ്യമില്ലാത്ത നല്ലൊരു റൈസ്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞതാണിത്. ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞതും അതിൻ്റെ കൂടെ 2 പച്ചമുളക് ഇങ്ങനെ നടുക കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷനിലാണ്. വേണ്ടവർക്ക് ചേർക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. തീ ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ കായപ്പൊടി ഇട്ടതിന് ശേഷം ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനിവിടെ 1 കപ്പ് സോന മസൂരി റൈസ് 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിരാനിട്ടതിന് ശേഷം വേവിച്ചെടുത്തതാണ്. ചോറ് വെന്ത ശേഷം ഒരു പ്ലേറ്റിൽ നിരത്തിയിട്ട് ഇങ്ങനെ 2 മണിക്കൂറോളം ഞാൻ തണുപ്പിച്ചെടുത്തതാണ്. ഇതിങ്ങനെ തന്നെ എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകാനോ കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ചോറൊന്ന് പൊട്ടിപ്പോവും. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ ഉലർന്ന് കിട്ടും. ഇനി നമുക്ക് ചോറ് ഈ മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ പുളിക്കനുസരിച്ച് അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചതെങ്കിലും കൂടി നമുക്ക് നാരങ്ങ നീര് ചേർത്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം നല്ലെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഇത് ശരിക്കും എള്ളെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കതിൽ എള്ളെണ്ണയുടെ ഓവർ മണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനാണെങ്കിൽ നമുക്ക് രാത്രി തന്നെ ചോറുണ്ടാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. രാവിലെ 5 മിനിറ്റ് നേരം കൊണ്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്.
ഈ റെസിപ്പി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.